അപ്പോൾ ഞാൻ ഇന്നൊരു പൊറാട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹോട്ടലുകളൊക്കെ അടവായതുകൊണ്ട് എല്ലാവർക്കും പൊറാട്ട തിന്നാൻ പൂതിയായിരിക്കാം. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ നമുക്ക് പിന്നെ പെട്ടെന്നല്ല കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ മക്കളൊക്കെ കൊതിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസിയാണ്. അപ്പോൾ തലേന്ന് തന്നെ പൊടിയൊക്കെ കുഴച്ച് വെക്കുക, രാവിലെ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ കുഴച്ച് വെക്കാമെന്നല്ലേ നോക്കാം. ഞാൻ ഈ ഒരു മാവ് തലേന്ന് രാത്രി തന്നെ കുഴച്ച് വെച്ചു. അപ്പം അതിന് വേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പൊടി തരിച്ച് വെക്കാം. ഞാനൊരു 800 ഗ്രാം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇത് മതി. 1 കിലോ പൊടി ഉണ്ടെങ്കിൽ 24 പൊറാട്ട ഈസി ആയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു 800 ഗ്രാം പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം, അതിലേക്ക് ഞാനൊരു സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക, പൗഡറാണ് ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. എത്രത്തോളം കുഴവ് ആവണ് അതാണ് നമ്മളെ പൊറാട്ടൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, അതാണ് വേണ്ടത്. നല്ലോണം കുഴക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് എണ്ണയാണേലും പറ്റും. അപ്പോൾ ഞാൻ അത് അതിലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഇവിടെ ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ഇതേ ഒരു പരുവായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലിട്ട് അല്പം ഒരു എണ്ണയും കൂടി അതിന്മേ തടവി കൊടുക്കണം. ഓയിലാണ് ഞാൻ തടവി കൊടുക്കണേ. ഇനി ഇത് ഒന്ന് മൂടി വെക്കണം. ഇനി ഒരു നനഞ്ഞ മുണ്ടിട്ട് മൂടിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ അടപ്പുള്ള പാത്രത്തിലാണെങ്കിൽ അടച്ച് വെച്ചാലും മതി. ഇപ്പം ഞാൻ തലേന്ന് രാത്രിയായിരുന്നു ഇത് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പം നേരം വെളുത്തപ്പോൾ ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തലേന്നാവുമ്പോൾ നമുക്ക് പിന്നെ രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ രാവിലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തലേന്ന് രാത്രി കുഴച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ തന്നെ എന്തൊരു സോഫ്റ്റാണെന്നറിയാം. നല്ല സുഖമായിട്ട് കുഴച്ചെടുക്കാം. ഒന്നും കൂടിയും കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുളകൾ ആക്കാൻ വേണ്ടിയിട്ട് നീട്ടി ഒന്ന് പരത്തി വെക്കുക. എന്നതിന് ശേഷം അപ്പം ഞാനിങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉരുളകളാക്കിയിട്ട് നമുക്ക് ഓരോ ഉരുളകളായിട്ട് മുറിച്ചെടുക്കാം. ഞാനൊരു കത്തി വെച്ചിട്ടാണ് മുറിച്ചെടുത്തത്. ഞാനൊരു 9 പാർട്സ് ആക്കിയിരിക്കണം ഇതിനെ. 9 അങ്ങനെ ഒരു പാർട്സുമ്പോൾ 2 പൊറാട്ട കിട്ടും. അപ്പം ഞാൻ 9 എണ്ണം ഇതേപോലെ ആക്കിയിട്ട് കയ്യിലൊരു അല്പം ഓയിൽ തടവിയിട്ട് ഇതേപോലെ ഉരുളകൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് കുറച്ച് എണ്ണയും പുരട്ടിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നനഞ്ഞ മുണ്ടിട്ടിട്ട് ഇതിൻ്റെ അവിടെ കൗണ്ടർ ടോപ്പിൽ മൂടി വെക്കണം. അതൊരു ഒന്നും കൂടി ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി എല്ലാം ഇതേപോലെ ചെയ്യണം. അങ്ങനെ ഞാൻ 9 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നല്ല വൃത്തിയുള്ളൊരു മുണ്ട് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം, സമയമുണ്ട്. അപ്പം ഇനി ഇത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാൻ ഇതിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി അത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഉരുളകൾ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം, വീശിയെടുക്കണം. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തിന്നതിന് ശേഷമാണ് വീസ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ അല്പം ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയിൻ്റെ പള്ളയിലും അതേമാതിരി ഓയിലിൽ മുക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. എത്രത്തോളം നമുക്കിങ്ങനെ നീട്ടി പരത്താൻ കഴിയുന്നുണ്ട് അതുപോലെ നീട്ടി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നീട്ടി ഇങ്ങനെ ആയതുകൊണ്ട് നീണ്ട അങ്ങനെ കിടക്കും. മറ്റേത് നമ്മൾ സോഫ്റ്റ് ഇല്ലെങ്കിൽ ചുരുണ്ട് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും നീട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗം കൈ മുകളിലും ഒരു ഭാഗം കൈ അടിയിലും വെച്ചിട്ട് ഇതേപോലെ വീശി എടുക്കുക. നമ്മൾ പൊട്ട് ഒക്കെ ചെയ്യും, പക്ഷെ അതിനൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്നാലും അത് ചുരുട്ടിയെടുക്കാൻ കഴിയും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വീശി എടുത്തിട്ടുണ്ട്.
ഇനി ഇതേമാതിരി നടു 2 പാർട്ടായിട്ട് മുറിച്ചെടുക്കുക. അത് പൊട്ടി എഴുതി കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ തലക്ക് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിച്ചിട്ട് പരത്തിയാൽ മതി. അപ്പം നമുക്ക് ഇതേമാതിരി ചുറ്റിച്ചെടുക്കാൻ ഈസിയാണ്. ഇനി പൊട്ടിപ്പോയെന്ന് എഴുതി നമുക്കത് അതുമ്പോൾ തന്നെ വെച്ച് ഒട്ടിക്കും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലെയറായിട്ടുള്ള ഒരു ബോള് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ഉരുളകളും ഇതേപോലെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ തലക്ക് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഞാനത് ഒന്നും കൂടി ആ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ചുറ്റിച്ച് വെക്കണം. അത് പൊട്ടിയെന്ന് എഴുതി നമുക്ക് അതുമ്മ തന്നെ ഒട്ടിച്ച് അങ്ങനെ വെക്കാം. അത് ഒരു പ്രശ്നവും വരില്ല. പൊട്ടിക്കണമെന്ന് എഴുതിങ്ങാണ്ട് ഒഴിവാക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ 2 ബോളാക്കി അത് എല്ലാ ബോളും അതേപോലെ വീശിയിട്ട് ഞാൻ 18 പൊറോട്ട ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തുണി കൊണ്ടൊന്ന് മൂടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇനി നമ്മളെ കറി അപ്പോൾ റെഡിയാക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് തുറന്നു അതിൽ ഒരു ബോൾ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ അല്പം എണ്ണ തേച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ കൈയിൻ്റെ അടിയിലും അതേപോലെ മറ്റേ ചെയ്ത പോലെ തന്നെ എണ്ണ തടവിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. കോല് വെച്ചിട്ടൊന്നും പരത്തണ്ട. നമ്മളെ കൈ വെച്ചാൽ തന്നെ ഇങ്ങനെ തടവി കൊടുത്താൽ തന്നെ നല്ലോണം പരന്ന് വരും. ഇനി ഇതൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഈ ചട്ടിയിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള എണ്ണയെ തന്നെ നമുക്കിതിനെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ നന്നായിട്ട് വെന്ത് കിടക്കും. മൊരിഞ്ഞു പോകരുത് പൊറോട്ട ഒരിക്കലും. മൊരിഞ്ഞു പോയാൽ നമ്മളതിനെ സോഫ്റ്റാക്കി എടുക്കുന്ന സമയത്ത് അത് മൊരിഞ്ഞതൊക്കെ ചാടിപ്പോകും. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സിമ്മിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പൊറോട്ടനെ. ഇതേപോലെ ഞാനിങ്ങനെ 3 എണ്ണം അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അതൊട്ടും ചുരുങ്ങി പോയിട്ടില്ല. അത് നമുക്ക് ആവശ്യത്തിന് പരത്തി വെക്കാം. എന്നാൽ ചട്ടിയിൽ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഒരു 5-6 ചുട്ട് വെച്ചതാണിത്. ഇനി ഇതിനെ നമുക്കൊന്ന് ഇത് കൈ കൊണ്ട് ഇങ്ങനെ കുത്തി ഒന്ന് സോഫ്റ്റ് ആക്കണം. അങ്ങനെയാണ് ഈ ഒരു പൊറോട്ടയ്ക്ക് ലെയർ വരിക. ഇതിനെ ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പ് തന്നെ വെച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഇടിച്ച് പരത്തണം. പൊറോട്ടനോട് കുറച്ചൊക്കെ ദേഷ്യമുള്ള പോലെയൊക്കെ ചെയ്യുക. ഒന്നും ആവില്ല. ഇതേപോലെ ചെയ്തിട്ട് അപ്പോഴാണ് നമുക്ക് ആ ലെയർ ഇങ്ങനെ വിട്ട് കിട്ടുക. അപ്പോൾ ഇതേപോലെ ചെയ്യണം. അപ്പം ഞാൻ പൊറോട്ടനൊക്കെ ഇടിച്ച് പരത്തി ലെയറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ പത്തിരി ഉണ്ടാക്കണ അത്രയൊന്നും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പത്തിരി ആ ചൂടോടെയൊക്കെ കുഴച്ച് കൈയൊക്കെ പൊള്ളി. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് പൊറോട്ടയ്ക്ക് തോന്നിയില്ല. എന്നാലും പൊറോട്ട പത്തിനെ പോലെ എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ. മൈദയല്ലേ. എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ മക്കൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക വീട്ടിൽ. പൈസക്കും ലാഭമാണ്. നമ്മൾ ഒരു പൊറോട്ടയ്ക്ക് 9 രൂപ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ആ പൈസക്ക് ഇഷ്ടം പോലെ സാധനം ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.